തീർച്ചയായിട്ടും സംസ്ഥാന വ്യാപകമായി BJP NDAക്ക് വളരെ വലിയ സ്വീകാര്യതയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA ആധികാരികമായിട്ടുള്ള വിജയം നേടിയിരിക്കുകയാണ്. വികസിത കേരളം എന്നുള്ള ഞങ്ങളുടെ മുദ്രാവാക്യത്തിന് വലിയ പിന്തുണയാണ് കേരളത്തിലെ ജനങ്ങൾ നൽകിയത്. LDF ഗവൺമെന്റിനെതിരായിട്ടുള്ള ശക്തമായ ജനവികാരം അത് പ്രതിഫലിപ്പിക്കാൻ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ BJP NDA ആണ് അവസരമായിട്ട് കണക്കാക്കിയത്. പലയിടത്തും വലിയ മുന്നേറ്റമാണ് ഞങ്ങളെ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത്. കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇരട്ടിയിലധികം സീറ്റിന്റെ പിന്തുണ ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ മുന്നേറ്റം. നിരവധി വാർഡുകളിൽ ഭൂരിപക്ഷം വാർഡുകളിലും BJP NDA രണ്ടാം സ്ഥാനത്തും വന്നിരിക്കുകയാണ്. LDFനെതിരായിട്ടുള്ള ശക്തമായ ജനവികാരം ഇവിടെയും പ്രകടമായിരുന്നു. പക്ഷേ UDFന് അതിൻ്റെ പ്രയോജനം പൂർണ്ണമായും ലഭിച്ചില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞാൽ നഗരസഭകളുടെ കാര്യത്തിൽ കോഴിക്കോട് കോർപ്പറേഷനിലാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് എല്ലായിടത്തും ഇത് പ്രകടമാണ്. BJP മുന്നോട്ട് വെച്ച ആശയം, വികസനത്തിന് വേണ്ടിയുള്ള ജനങ്ങളുടെ ദാഹം ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായി പ്രതിഫലിച്ചിട്ടുണ്ട്. UDFനും LDFനും എതിരായി പലയിടത്തും ജനങ്ങൾ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് കണക്കാക്കിയത് BJP ആണ്. ഇത് വരാനിരിക്കുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയാണ്. ശ്രീ നരേന്ദ്രമോദിജിയുടെ വികസന രാഷ്ട്രീയം, പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്, തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഇതാദ്യമായിട്ട് വളരെ ശക്തമായി പിന്തുണച്ചിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ ചരിത്ര വിജയം ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ സന്ദേശമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്. ആധികാരിക